ബഹദൂർ ഷാ രണ്ടാമൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. മീററ്റിൽ നിന്ന് പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശമാണ് ഡൽഹി. അവർ ഇന്ത്യയുടെ ചക്രവർത്തിയായി ബഹദൂർ ഷാ രണ്ടാമനെ പ്രഖ്യാപിച്ചു. ഡൽഹി വിപ്ലവത്തെ അടിച്ചമർത്തിയ സൈന്യാധിപനാണ് ജോൺ നിക്കോൾസൺ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിലുള്ള വിളംബരമാണ് അസംഗഡ് വിളംബരം. ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തത് സാക്ഷിയായ ഒരു പ്രശസ്തനായ കവിയാണ് മിർസ ഗാലിബ്. ബഹദൂർ ഷാ രണ്ടാമൻ നാടുകടത്തപ്പെട്ട സ്ഥലമാണ് റംഗൂൺ. നാനാ സാഹിബ് 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. വിപ്ലവ പരാജയത്തിന് ശേഷം അദ്ദേഹം നേപ്പാളിലേക്ക് പലായനം ചെയ്തു. കാൺപൂർ ഉപരോധത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നാനാ സാഹിബ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ധോണ്ടു പന്ത് എന്നാണ്. താന്തിയ തോപ്പി നാനാ സാഹിബിന്റെ സൈനിക മേധാവിയാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയെ തോക്കിലേറ്റിയത് 1859 ഏപ്രിൽ 18-നാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രാമചന്ദ്ര പണ്ഡുരംഗ് എന്നാണ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികനാണ് കൺവീർ സിംഗ്. 1857 വിപ്ലവത്തിന്റെ അംബാസിഡറാണ് അസീമുള്ള ഖാൻ. ചില വിശേഷണങ്ങൾ നോക്കാം. സിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത് VD സവർക്കർ ആണ്. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസലിയാണ്. 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങളും കൂടെ നോക്കാം. എ ഫൈറ്റ് ഓഫ് പീജിയൻ റസ്കിൻ ബോണ്ടിനാണ്. ദ ഇന്ത്യ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 VD സവർക്കർ. ദ ശിപ്പായി മൂട്ടിനി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 RC മജുംദാർ. 1857 SN സെൻ. 1857 വിപ്ലവം നടക്കുമ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു കാനിങ് പ്രഭു. 1857 വിപ്ലവം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നു ജോർജ് ആൻസർ.